രാവിലെ തന്നെ നല്ല ചൂട് ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ച് അതിന്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ. എപ്പോ എവിടെ പാൻ ഒരുങ്ങിയാലും ദാ ഈ ഐലൈനർ ഇങ്ങനെ മേളി തട്ടും. അത് പിന്നെ മായ്ച്ചോണ്ട് ഇറങ്ങലാണ് പ്രധാന പരിപാടി. എനിക്കിത് ഭയങ്കര ദേഷ്യമാണ്. ഒരാഴ്ചയായിട്ട് നല്ല അടിപൊളി പനിയായിരുന്നു. അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിനൊക്കെ പോകാതിരുന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ക്ലാസ്സിന് പോകുന്നത്. സ്കൂട്ടിയുടെ താക്കോലൊക്കെ എടുത്ത് ദാണ്ട നേരെ വണ്ടി എടുക്കാൻ പോവാണ്. അച്ഛൻ അവിടെ കടയൊക്കെ തുറന്ന് രാവിലെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അയ്യോ, വണ്ടിയിലല്ലേ വന്നേ. റോഡ് ക്രോസ് ചെയ്ത് ക്ലാസ്സിലോട്ട് കയറിയിട്ടുണ്ട്. ക്ലാസ്സിൽ ചെന്ന് നമ്മുടെ പണി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ആർഷയെ നോക്കിയൊരു ഇരിപ്പാണ് കേട്ടോ. കാരണം ഇനി ആർഷ വന്ന് പറഞ്ഞു തരണം ഏതാണ് വരയ്ക്കേണ്ടത്, എന്താണ് വരയ്ക്കേണ്ടതെന്നൊക്കെ. ഞാൻ ലാസ്റ്റ് വരച്ചു നിർത്തിയതാ ഈ ഒരു മരമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇനി എന്താ വരയ്ക്കേണ്ടതെന്നൊക്കെ ആർഷ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമ്മുടെ ടീച്ചർ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ നേരത്തെ വരച്ചതൊക്കെ ഒന്ന് അവലോകനം ചെയ്തിട്ട് ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് മരങ്ങൾ തന്നെ ആയിരുന്നു വരയ്ക്കാനുണ്ടായിരുന്നത്. വേറെ ആരുമല്ല, ദാ ഈ തെങ്ങ്. എങ്ങനെയാണ് തെങ്ങ് വരയ്ക്കേണ്ടതെന്നും അതിന്റെ ഇല എങ്ങനെയാണെന്നും ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ അതേ കണക്ക് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരച്ച് വരച്ച് തെങ്ങിന്റെ ഇല അഥവാ ഓല നമ്മൾ ദാണ്ട് കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട്. ഇത് വരച്ച് തീരാറായപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. മരങ്ങളിൽ ഏറ്റവും സുഖം വരയ്ക്കാൻ തെങ്ങാണെന്ന്. അങ്ങനെ ഓലയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ തടിയും അതുപോലെ തന്നെ അതിന്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് ആർഷ കാണിച്ചു തന്നു. അതനുസരിച്ച് ഞാൻ ഏകദേശം കുറച്ചൊക്കെ താണ്ട ഷെയ്ഡിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി നമ്മുടെ തെങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് 8 മണിയുടെ ബാച്ചും 10 മണിയുടെ ബാച്ചും എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വരയ്ക്കാൻ കിട്ടിയത് ഈ ഒരു മരമാണ്. അതിന്റെ തടിയും ഒക്കെ വരച്ച് അതിന്റെ ഇലയും എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നൊക്കെ ആർഷ കാണിച്ചു തന്നു. ഓരോ മരത്തിനും ഓരോ ടൈപ്പ് ഇലയാണ് കേട്ടോ. അത് വരയ്ക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2 ആഴ്ചയായിട്ട് നല്ല പനിയായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ വേറെ അസ്വസ്ഥതകളൊന്നുമില്ല, ഒരു ചുമ. ഞാൻ കരുതി ആ ചുമ എന്നെയും കൊണ്ടേ പോത്തോളെന്ന്. TB ആണോന്ന് വരെ ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് 3-4 ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എനിക്ക് ആ ചുമയൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ സഹായിച്ചത്. രാത്രി ഒന്നും ഒരുപോലെ ഉറങ്ങാൻ പറ്റത്തില്ല. കിടന്ന അപ്പം തുടങ്ങും ചുമ. അമ്മാതിരി ഒരു വൃത്തിയായിട്ട് ചുമയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ ഈ മരത്തിന്റെ ഇലയൊക്കെ വരച്ചു. അതിന്റെ സ്റ്റെമ്മിന്റെയും ഷെയ്ഡിങ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ദാ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് തോന്നും, ഇന്നിച്ചിരി ബെറ്റർ ആയിട്ട് വരച്ചു, കഴിഞ്ഞ ക്ലാസ്സിലേക്കാൻ കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരുന്നൊക്കെ. അത് ആർഷയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ ഒരു സന്തോഷം ഇന്ന് എൻ്റെ മുഖത്തുണ്ട്. കാരണം ഷെയ്ഡിങ് ഒന്നും കുഴപ്പമില്ലെന്ന് ആർഷ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ വന്നത് ഒറ്റയ്ക്ക് സ്കൂട്ടിയിലല്ലേ, പിന്നെ തിരിച്ചു പോകുന്ന എന്താ ഏട്ടൻ്റെ കൂടെ എന്ന് ചോദിച്ചാൽ ഏട്ടന് അന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ എക്സാമിന് പോവുകയാണ്. എനിക്കന്ന് എക്സാം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ കൂടെ പോന്നെന്ന് ചോദിച്ചാൽ അത് ഞാൻ വഴിയെ പറയാം. പോകുന്ന വഴിയിൽ പകുതി എത്തിയപ്പോഴത്തേക്കും മഴ വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിടുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് വണ്ടി പോകും മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞു, ഏട്ടാ നമുക്ക് ചിറാപ്പുഞ്ചി മഴയത്ത് വീഡിയോ ഒക്കെ ഇടാം, അതിൻ്റെ ഒരു റീലൊക്കെ കാച്ചാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആഹ്ലാദത്തോടെ തിമിർപ്പോടെ റെയിൻകോട്ടൊക്കെ എടുത്ത് ചാർത്തുകയാണ്. പക്ഷെ പറ്റിയത് വേറൊരു സംഭവമാണ് കേട്ടോ. മഴയൊക്കെ കണ്ട് വലിയ കാര്യത്തിൽ റീലെടുക്കാമെന്നും പറഞ്ഞ് റെയിൻകോട്ടൊക്കെ എടുത്ത് ചാർത്തിയിട്ട് വണ്ടിയിലോട്ട് കയറി ഫോണൊക്കെ അങ്ങ് നൂത്ത് പിടിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ എവിടെ പോയെന്നറിഞ്ഞില്ല. അത്രയും നേരം പെയ്തുകൊണ്ടിരുന്ന മഴയാ, അതെങ്ങോട്ട് പോയോ എന്തോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് വീണ്ടും റെയിൻകോട്ട് ഊരുകയാണ്. ഇതൊരുമാതിരി മനോജ് KJ മറ്റേ സിനിമയ്ക്കകത്ത് മതിൽ ചാടാൻ പഠിപ്പിക്കുന്ന പരിപാടിയായിപ്പോയി. നല്ലൊരു മഴയത്ത് ചിറാപ്പുഞ്ചി റീലൊക്കെ എടുക്കാന്ന് കരുതി എനിക്ക് കിട്ടിയത് നല്ല നട്ടനുള്ള വെയിലായിരുന്നു ഗൈസ്. തറയെ നോക്കിയാൽ ഒടുക്കത്തെ മഴ പെയ്തതിന്റെ വെള്ളവും ആകാശത്തോട്ട് നോക്കിയാൽ നല്ല തെളിഞ്ഞ ആകാശവും. അപ്പൊ ഞാൻ ഇനി എന്തിനാണ് എനിക്ക് പരീക്ഷയില്ലാതെ ഏട്ടന്റെ കൂടെ പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും ഏട്ടന്റെ കൂടെ പോകുന്നത് ദാ ഈ ഒരു കാര്യത്തിനാണ് മക്കളെ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ മേടിച്ചു തരും. അപ്പൊ ഇന്ന് എനിക്ക് മേടിച്ചു തന്നാൽ കിഡിലൊരു ബിരിയാണിയായിരുന്നു. ദാ ഇതാണ് ആ ബിരിയാണി. അപ്പൊ ഏട്ടൻ എക്സാമിന് കയറുന്നതിന് മുന്നേ എനിക്കൊരു ബിരിയാണിയൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ ഏട്ടൻ ഹാൾ ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് എക്സാമിന് പോവുകയാണ്.
ഏട്ടൻ ഈ എക്സാം കഴിഞ്ഞ് വരുന്നവരെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ. ആ പനിയുടെ ചുമ ഇതുവരെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഏട്ടൻ വന്നു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. എക്സാം എഴുതുന്ന സമയത്ത് മൊത്തം ഞാൻ ബോറടിച്ചിരുന്നോണ്ട് പിന്നെ എനിക്ക് പോകുന്ന വഴി ഒരു ചൊക്കബാറൂടെ മേടിച്ചു തന്നു. ഉച്ചയ്ക്ക് ബിരിയാണി തപ്പിയോണ്ട് വൈകിട്ടിന് ഫുഡൊന്നും വേണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൊക്കബാർ ഞങ്ങൾ രണ്ടുപേരുടെ ഷെയർ ചെയ്ത് കഴിച്ച് ഇനി നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.